ഹലോ ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ്. കാര്യം ഇന്ന് ശരിക്കും ഇവിടെ ഒരു ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളൊരു ഏജൻസിയിൽ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആഴ്ചയിൽ 2 വീക്സിലൊരിക്കൽ ആൾക്കാർ വരും. രണ്ട് ലേഡീസായിരിക്കും മിക്കവാറും വരുന്നത്. വന്ന് കംപ്ലീറ്റ് ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, അത് കൂടാണ്ട് വളരെ ഡീപ്പ് ക്ലെൻസിങ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒക്കെ വന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പോകുന്നത് വരെ നമ്മൾ കിച്ചണും പരിസരത്തും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല. നമ്മളെല്ലാവരും മിക്കവാറും പ്ലേ റൂമിലോ ഏതെങ്കിലും ഒരു റൂമിലായിട്ട് കൺഫൈൻ ചെയ്യും. അതുകൊണ്ട് അടുക്കളയിൽ പോയി കൂടുതൽ കാര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം കാര്യങ്ങൾ. അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അവർ വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇന്നലെ തന്നെ കുറേ നിറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാര്യം ഒരു മംഗോളിയൻ സ്റ്റൈൽ ഒരു വെജിയും ഒരു വെജിറ്റബിൾ മംഗോളിയനും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം ഒരു റൈസും. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. വെജാണ്, പക്ഷേ ഹെൽത്തി ഭയങ്കര ഹെൽത്തിയാണ്. ഇവിടെ കിട്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അരിയാനായിട്ട് ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ അത് കട്ട് ചെയ്ത് കവേഴ്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്. അപ്പോൾ നമ്മളുടെ ബാസ്ക്കറ്റിലിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നോക്കിയേ. 3 കളറിലെ ക്യാപ്സിക്കം ഉണ്ട്, റെഡ്, ഗ്രീന്, യെല്ലോ. പിന്നെ നമ്മുടെ ടെൻഡർ കോൺ, ബേബി കോൺ, ക്യാബേജ്, ബ്രൊക്കോളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെജിറ്റബിൾ പച്ച നിറത്തിലെ, അതിന് 2 പേരിൽ അറിയപ്പെടും. ഒന്ന് പറഞ്ഞാൽ സുഗിനി എന്നാണ്, സുഗിനി. അതല്ലാന്നുണ്ടെങ്കിൽ കോർഷെറ്റ് എന്ന് പറഞ്ഞാൽ KAWZHET എന്നാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്, കോർഷെറ്റ്. അത് സ്പെല്ലിങ് പറയുകയാണെങ്കിൽ COURGETTE. അപ്പോൾ ഈ കോർഷെറ്റ് എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ തന്നെയാണ് സുഗിനി എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ചെസ്നട്ട് മഷ്റൂം. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സവാളയും ചേർക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞ് മാറ്റുകയാണ് ഞാൻ. ആദ്യം തന്നെ നമ്മുടെ ചെസ്നട്ട് മഷ്റൂം കുറച്ച് എടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് കൂടുതലും സ്ക്വയർ പീസസ് ആയിട്ടും പിന്നെ ചിലതൊക്കെ സ്ലൈസസ് ആയിട്ടും മുറിക്കുന്നു. അപ്പോൾ ആദ്യം മഷ്റൂംസ് തന്നെ മുറിക്കാം. ഇപ്പോൾ ദേ സുക്കിനിയാണ് നമ്മുടെ കോർഷെറ്റ്. അതിനെ ഞാനിങ്ങനെ സ്ലൈസ് പോലെയാണ് അത് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബേബി കോൺ, അതും സ്ലൈസസ് ആയിട്ട് മുറിക്കുകയാണ്. ക്യാരറ്റ്സ്, ഇനി ബ്രൊക്കോളി, ക്യാബേജ് സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം. പിന്നെ ദേ 3 കളറിലെ ക്യാപ്സിക്കം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റ് നിറച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിനെയും ഞാൻ സെപ്പറേറ്റ് ബോക്സസിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ ഇത് നാളെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനേഴ്സ് വരട്ടെ, വന്നവരുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ പോയി നമ്മുടെ അടിപൊളി ഹെൽത്തി സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കാണാം. ഇതേ ക്ലീനേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന അവർ വരാനാണ്. ഇനിയിപ്പോൾ അവരുടെ കാറിൽ തന്നെ അവർക്ക് ക്ലീനിങ്ങിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും പിന്നെ എന്താ പറയുക ലോഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ തന്നെ കൊണ്ടുവരും. എന്നിട്ടൊരു ഡീപ്പ് ക്ലീനിങ് ആണ് വീട്ടിൻ്റെ ഉള്ളിൽ. എല്ലാ മുന്നൂക്ക് ആൻഡ് കോർണർ ബാത്റൂംസ് ഉൾപ്പെടെ ക്ലീൻ ചെയ്തിട്ട് പോകും. ടോട്ടലൊരു 2 മണിക്കൂർ കൊണ്ട് പണി കഴിയും. അങ്ങനെ നമ്മുടെ ക്ലീനേഴ്സൊക്കെ പോയി കഴിഞ്ഞു. 2 മണിക്കൂർ സമയം കൊണ്ട് എല്ലാം റെഡി. അപ്പോൾ ഞാനിപ്പോൾ കിച്ചൺ ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ കയറി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഞാൻ തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് കയറാം. ആദ്യമേ തന്നെ 2 കപ്പ് അരി ബസ്മതി റൈസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്നത് എഗ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി അരി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി തിള വന്നു തുടങ്ങി.
ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് റൈസ്. ഇനി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ ദേ നന്നായി വെന്ത് കഴിഞ്ഞു. ഇതാണ് കറക്റ്റ് പാകം. അതായത് ചോറ് ഇങ്ങനെ വളയാൻ പാടില്ല. വളയുന്നതിന് മുന്നേ തന്നെ നമ്മളിത് വാർക്കണം. കാര്യം ഇതിനൊരു വേഗമുണ്ട്. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് തമ്മിൽ ഒട്ടാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് വാർക്കാം. തമ്മിൽ ഒട്ടാണ്ട് കിട്ടിയിരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ഒരു ഫ്രൈഡ് റൈസ് പാകം. ഇത് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി വെജിറ്റബിൾ മംഗോളിയൻ ഉണ്ടാക്കി തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ എണ്ണ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർക്കാം. ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് കുപ്പിയിൽ കിട്ടുന്ന ചോപ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രഷായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായൊരു കളർ മാറാൻ തുടങ്ങുന്നു, നല്ല മണം വരുന്നു. മൂക്കേണ്ട ആവശ്യമില്ല, മണം വന്നാൽ മതി. ഇനി 1 സവാള സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചത് ചേർക്കാം. ഇതൊക്കെ ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഞാൻ വെജിറ്റബിൾസ് ചേർക്കാൻ പോവാണ് 1 by 1. അതിൻ്റെ ആ ഓർഡറിൽ ചേർക്കുകയാണ്, വേഗിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട്. ആദ്യം ക്യാരറ്റും അതോടൊപ്പം നമ്മുടെ സുക്കിനി അഥവാ കോർഷറ്റ് ചേർക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അടുത്തത് ഞാനിപ്പോൾ മഷ്റൂംസ് ചേർക്കുകയാണ്. അതും ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. ഇത് ചെസ്റ്റ്നട്ട് മഷ്റൂമാണ്, ഏത് മഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ബ്രൊക്കോളിയുടെ കൂടെ തന്നെ ബേബി കോൺസും. ഇതൊക്കെ പെട്ടെന്ന് വാടിയാൽ വേകുന്ന കാര്യങ്ങളാണ്. ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, 3 കളറും എല്ലാം കൂടി ചേർത്തു. ഒന്ന് വാടുമ്പോൾ തന്നെ ആകും, പെട്ടെന്നാകും. നന്നായി വഴറ്റി കൊടുക്കുക. ഒരു 7 to 10 മിനിറ്റ്സ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞു വെജിറ്റബിൾസൊക്കെ. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്ത് തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും ഞാൻ ചേർക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. ഇത് നോക്കിയേ, വെജിറ്റബിൾസൊക്കെ നല്ല ടെൻഡർ ആൻഡ് സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെ സോസിലെല്ലാം പൊതിഞ്ഞ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയായില്ലേ. ആക്ച്വലി ഇത്രയും മതി. ഇനി പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാൻ പോവാണ്. 1 കപ്പ് വെള്ളം ചേർക്കാം. ആദ്യം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇനി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണ്. കൂടി റെഡിയാക്കി വെക്കാം. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ആ വെജിറ്റബിൾ മിക്സിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തേൻ ഒഴിക്കുകയാണ്. 1 ടീസ്പൂൺ ഹണി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണേ. ഒന്ന് ഇളക്കാം. ഇനി കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാൻ സമയമായി. അതൊന്ന് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ. നോക്കി നല്ല ഗ്ലേസിങ് ആയിട്ട് വരുന്നുണ്ട്. നല്ല കുറുകി ഗ്ലേസിങ് നല്ല തിളക്കമായിട്ട് വന്നു. അപ്പോൾ ഒരു കുറുകിയ ചാറോട് കൂടി നമ്മുടെ വെജിറ്റബിൾ മംഗോളിയൻ ഈസ് റെഡി. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നു. ഞാൻ ആ സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റുകയാണ്. നോക്കിയേ, വൈറ്റ് കളറിലെ സെർവിങ് ബൗളിലേക്ക് നമ്മുടെ വെജിറ്റബിൾ മംഗോളിയൻ ഇടുമ്പോൾ ആ ഒരു കളർ കോൺട്രാസ്റ്റ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം അല്ലേ. ഇനി അടുത്ത പരിപാടിയിലേക്ക് കയറുന്നു. എഗ് ഫ്രൈഡ് റൈസ്. ഓക്കെ, 2 സവാളയും ഒരു 4-5 സ്പ്രിംഗ് ഓണിയനും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ഞാൻ ടോട്ടലി അരിഞ്ഞ് വെക്കുകയാണ്. പക്ഷേ ഉണ്ടാക്കുമ്പോൾ രണ്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പകുതി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ആദ്യത്തേൽ ഉപയോഗിക്കുന്നത്, പിന്നെ രണ്ടാമത്തേൽ ബാക്കി പകുതി ചേർക്കും. എൻ്റെ കയ്യിൽ ഏകദേശം 8 കപ്പോളം വേവിച്ച ചോറുണ്ട്. പിന്നെ 4 മുട്ടയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് ആദ്യം ഫസ്റ്റ് ഹാഫ് ഞാൻ ഉണ്ടാക്കാൻ പോകണേ. ആദ്യത്തെ ലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ഇനി ആദ്യം ഒരു മുട്ട ഒന്ന് സെറ്റായി തുടങ്ങുമ്പോൾ മതി മിക്സിങ് എല്ലാം. രണ്ടാമത്തെ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ, അതായത് മുട്ടയുടെ കഷ്ണങ്ങൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് നമ്മുടെ റൈസിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ഇനി 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർക്കുകയാണ്. ഇത് സവാള അരിഞ്ഞ് വെച്ചതിൻ്റെ പകുതി എടുത്ത് ചേർക്കുന്നു. അതായത് ഒരു സവാള അരിഞ്ഞത് ഇതിനകത്ത് ചേർക്കുന്നു. കളറൊന്നും മാറണ്ട, ഒന്ന് വാടിയാൽ മതി. ഇതെല്ലാം നല്ല മണമൊക്കെ വരും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ പകുതി 4 കപ്പ് ഇപ്പോൾ ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും സോയാ സോസ് മിക്സായി വരണം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതിപ്പോൾ ഞാൻ പച്ച നിറത്തിലെ ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. റെഡ് കളറിലെ ചില്ലി സോസ് ആണെങ്കിലും ഓക്കെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മിക്സിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ 2 ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഈ പാത്രത്തിന് അതാണ് സൗകര്യം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും വീണ്ടും യോജിപ്പിക്കാം. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര. അത് വളരെ പ്രധാനമാണ്, അത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഓൾറെഡി നമ്മൾ അരിയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ നന്നായിട്ട് ആവി കയറി ഒരു നല്ല സ്മോക്ഡ് ടേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നല്ല ഹൈ ഹീറ്റിലാണ് ഈ സ്റ്റെയറിങ് എല്ലാം നടക്കേണ്ടത്. അത് പ്രധാനമാണ്. ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടിൽ ചെയ്യണം. നല്ലൊരു മുരിഞ്ഞ ശബ്ദവും വരും, പിന്നെ നല്ലൊരു മണവും വരും, ഒരു സ്മോക്ഡ് മണം. അതാണ് വേണ്ടത്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ പകുതിയും കൂടി ഇതിനകത്ത് ചേർക്കാം. ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ആവിയെല്ലാം കയറി നല്ല മണം. ഓക്കെ, മതി. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു, അതായത് ഒരു പകുതി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സെർവിങ്ങിന് വേണ്ടി വയ്ക്കുന്ന ഒരു വലിയ ബൗളിലേക്കാണ് ഞാൻ മാറ്റുന്നത്. വലിയ ചരുവത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതേ പാൻ തന്നെ ഞാൻ കഴുകുന്നൊന്നുമില്ല. വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ബാക്കിയിരിക്കുന്ന റൈസും ബാക്കിയിരിക്കുന്ന സവാളയും എല്ലാം കൂടി ചേർത്തിട്ട് 2 മുട്ടയും കൂടെ ചേർത്ത് വീണ്ടും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ഒഴിക്കുന്നു. സെയിം പ്രോസസ്സ്. 2 മുട്ട, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ റൈസ്, വേവിച്ച റൈസ്, സോയാ സോസ്, ചില്ലി സോസ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഫൈനലി പഞ്ചസാര, ഉപ്പ്, വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ. നന്നായിട്ട് ഇളക്കി ആ ഒരു പാകത്തിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗവും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് റൈസും നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും എല്ലാം ചേർത്ത് 4 മുട്ടയും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് റൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതും ഞാൻ ആദ്യം നമ്മൾ ഇട്ട് വെച്ചില്ല, ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നു. ഇനി നന്നായിട്ട് 2 കൂടി ചേർത്ത് ആദ്യം ഉണ്ടാക്കിയതും രണ്ടാമതുണ്ടാക്കിയതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എഗ് ഫ്രൈഡ് റൈസ് കിട്ടിക്കഴിഞ്ഞു. ഇത് എന്ത് എളുപ്പത്തിലാണ് ചെയ്തല്ലേ. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ വെജിറ്റബിൾ മംഗോളിയനും റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ചെറിയ പരിപാടിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെറിയൊരു ചിക്കൻ ഫ്രൈ. അത് പാർവതിക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാനും കഴിക്കുമല്ലോ ചിക്കൻ ഫ്രൈ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരു ചെറിയ പ്ലാനിങ്ങിലാണ്. ഒരു ചെറിയ 2 ബ്രസ്റ്റ് പീസ് ഉണ്ട്, അത് വെച്ചിട്ട് പാർവതിക്ക് ഒരു കൊച്ചൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ 2 ചിക്കൻ ബ്രസ്റ്റിനെ ഞാനിങ്ങനെ നീളത്തിലുള്ള തിക്ക് സ്ലൈസസ് ആയിട്ടാണ് മുറിക്കുന്നത്. ഇനി ചെറിയൊരു മാരിനേഷൻ കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്,
പിന്നെ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ ചേർക്കുകയാണ്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. കൂടുതലിരുന്നാൽ നല്ലതാണ്, പക്ഷെ നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ, അത് മതി. അപ്പോൾ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി തുടങ്ങി. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അത് ഇതിനകത്തേക്ക് ഞാൻ ആ പീസസ് നിരത്തി കൊടുക്കുകയാണ്. ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി തിരിച്ചും മറിച്ച് വിട്ട് ചെറിയ മീഡിയം ലോ ഫ്ലെയിമിലാണ് മൂപ്പിച്ചെടുക്കുക. അതായത് ഉള്ളു വെക്കുകയും വേണം, പുറമേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. വെളുത്തുള്ളി അരച്ചത് 1/2 ടീസ്പൂൺ, ഇഞ്ചി അരച്ചത് 1/2 ടീസ്പൂൺ, നോക്കിയേ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, ബ്രൗണായി വരുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് വേണ്ട പാകം. ഇനി ഞാൻ കുറച്ച് പൊടികളും കൂടി ചേർക്കാൻ പോകുന്നു. ഒരു ഹീപ്ഡ് ടീസ്പൂൺ, അതായത് ടീസ്പൂൺ നിറച്ചെടുക്കുക, കുമിച്ചെടുത്തിരിക്കുക മല്ലിപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നിറച്ചെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. ഒരു 1/2 ടീസ്പൂണിന് അടുപ്പിച്ച് ഗരം മസാലപ്പൊടി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ അടുപ്പിൽ തീ അല്പം കുറച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും എല്ലാം ഇതിൽ പിടിച്ച് നന്നായിട്ട് എന്താ പറയുക മൂത്ത് വരികയാണ്. ഇനി 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ഞാൻ ചേർക്കണം. വീണ്ടും ഒരു 2 മുതൽ 3 മിനിറ്റ് ഇങ്ങനെ വഴറ്റാൻ പോവാണ്. ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നു, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉണക്ക കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഓക്കെ, ഇനി കുറച്ച് പുതിന ഇല, അതിപ്പോൾ ഫ്രീസറിലിരുന്നത് കൊണ്ട് കുറച്ച് കളർ വ്യത്യാസമുണ്ട്. കുറച്ച് പുതിന ഇലയും കൂടി മുറിച്ചിടാം. പാകത്തിന് മൂത്തിട്ടുണ്ട്. ആഹാ, എണ്ണയൊക്കെ ഇങ്ങനെ ഊറി വരുന്ന കണ്ടോ, ആ കളറും ആ വ്യത്യാസം നമുക്കറിയാൻ പറ്റില്ല, മണം. ഇത്രയും മതി. ഇനി അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റുകയാണ്. ദേ വിളമ്പ് പ്ലേറ്റിലേക്ക് നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈ മാറ്റി കഴിഞ്ഞു. അങ്ങനെ ഈസി ചിക്കൻ ഫ്രൈയും റെഡി. നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക കോംബോ എഗ് ഫ്രൈഡ് റൈസ് ആൻഡ് വെജിറ്റബിൾ മംഗോളിയൻ രണ്ടും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ റെഡി ടു ഗോ. അപ്പോൾ സെർവിങ് ടൈം ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരണ്ടേ. ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ എടുക്കുന്ന ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇതൊരു 1 pot ഡിഷ് പോലെ വിചാരിക്കും. ഒരു വെജ് പോട്ട് റൈസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അത് വിത്ത് ചിക്കനേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വേണമെന്നുള്ളവർക്ക് ചിക്കൻ സൈഡിൽ വെച്ച് കഴിക്കാം. ഇപ്പോൾ ഇത് നോക്കി, ഞാൻ ആ ബൗളിലേക്ക് റൈസിൻ്റെ കുറച്ച് എടുക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് വെജ് മംഗോളിയൻ വെച്ചിരിക്കുന്നു. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്താ നല്ല സൂപ്പർ കോംബോ ആണല്ലേ. ആ വെജിറ്റബിളിൻ്റെയൊക്കെ ഒരു ഗ്ലേസിങ് നോക്കിയേ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഇതെനിക്കല്ലേ ഞാൻ എടുക്കുന്നത്, അപ്പോൾ ഒരു ചെറിയ 2 പീസ് ഫ്രൈഡ് ചിക്കനും കൂടി വയ്ക്കുന്നു. ഇത് നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ എന്തായാലും ഉണ്ടല്ലോ, അതുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. പാർവതി ഞാനും ഇങ്ങനെ ആയിരിക്കും കഴിക്കുന്നത്. ഇനി ഞാനിത് കഴിക്കാൻ പോകും. സൂപ്പർ ടേസ്റ്റ്. എൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ടാണ് സോറി ഫോർ ദിസ്. ഓക്കെ, എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്. ഇതെൻ്റെ ലഞ്ച് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ലഞ്ചെല്ലാം കഴിഞ്ഞു. ഇനി ഒരു മധുരവും കൂടി ആകാം. എൻ്റെ ഫേവററ്റാണ് ഈ ജാഫ കേക്ക്, അതിലൊരെണ്ണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ കോംബോ മീൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.